ഹായ് ഫ്രണ്ട്സ്, സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരുന്ന വാർത്ത നിങ്ങൾ പലരും കേട്ട് കാണും. നമുക്കിന്ന് അതേപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയാം. ഇലോൺ മസ്കിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ലോകത്തിലെ ഏറ്റവും സമ്പന്നൻ, ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ലയുടെ സ്ഥാപകൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങി മസ്ക് ആഗോള പ്രശസ്തനാണ്. കുറച്ചു കാലം മുൻപ് വരെ ട്രംപ് സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ഭാഗമായും പ്രവർത്തിച്ചിരുന്നു. മസ്കിന് ഒരു സ്പേസ് ടെക്നോളജി കമ്പനിയുണ്ട്, സ്പേസ് എക്സ്. സ്വതന്ത്രമായും നാസയുമായി സഹകരിച്ചും അനവധി സ്പേസ് മിഷനുകൾ സ്പേസ് എക്സ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്പേസ് എക്സിന്റെ അണ്ടറിലുള്ള സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കമ്പനിയാണ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത്. എന്താണ് ഒരു സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കമ്പനി? അതും നമ്മുടെ നാട്ടിലെ ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പറഞ്ഞുതരാം. കേബിളുകളുടെയും മൊബൈൽ ടവറുകളുടെയും ആവശ്യമില്ലാതെ ഒരു ചെറിയ ഡിഷ് ആന്റിനയുടെ മാത്രം സഹായത്തോടു കൂടെ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ടെക്നോളജിയാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ്. സാറ്റലൈറ്റുകൾ വഴിയാണ് ഇതിനുള്ള സിഗ്നലുകൾ ലഭിക്കുന്നത്. അതിനാൽ തന്നെ ഭൂമിയുടെ ഏത് കോണിലും, അതിന് വൈദ്യുതി പോലും എത്തിച്ചേരാത്ത മരുഭൂമിയിലോ പർവ്വത പ്രദേശങ്ങളിലോ ആയാൽ പോലും ഹൈ സ്പീഡ് ഇന്റർനെറ്റ് എത്തിക്കുവാൻ സ്റ്റാർലിങ്കിന് സാധിക്കും. ഏറെക്കാലത്തെ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് സ്റ്റാർലിങ്കിന് ടെലികോം വകുപ്പിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഭാരതി എയർടെലുമായും ജിയോയുമായും സഹകരിച്ചാണ് അവർ ഇന്ത്യയിൽ പ്രവേശിക്കാൻ പോകുന്നത്. ഇനി കേന്ദ്രം സ്പെക്ട്രം കൂടി അനുവദിച്ചാൽ അവർക്ക് പ്രവർത്തനം ആരംഭിക്കുവാൻ സാധിക്കും. പക്ഷേ സ്റ്റാർലിങ്കിന്റെ കണക്ഷൻ എടുക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് അല്പം ചെലവേറിയ കാര്യമാണ്. ആന്റിന ഉൾപ്പെടുന്ന റിസീവർ അടക്കം ഘടിപ്പിക്കുവാൻ 30,000 രൂപയിലധികം ചെലവ് വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. മാസാമാസം കുറഞ്ഞത് 3,000 രൂപയ്ക്ക് റീചാർജും ചെയ്യേണ്ടി വരും. തുടക്കത്തിൽ 1,000 രൂപയ്ക്ക് താഴെ പ്ലാൻ നൽകുമെന്നും കേൾക്കുന്നുണ്ട്. സ്റ്റാർലിങ്കിന്റെ കോമ്പറ്റീറ്റേഴ്സായ ആമസോണിന്റെ കെയ്പർ അടക്കമുള്ള കമ്പനികളും ഉടൻ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. കൂടാതെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഇന്ത്യൻ പ്രൈവറ്റ് കമ്പനി അനന്ത് ടെക്നോളജീസിനും കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. വിപണിയിൽ മത്സരം വർദ്ധിപ്പിക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ തുകയിലും കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയായാലും സ്റ്റാർലിങ്കിന്റെ വരവ് രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് നോളജുമായി വീണ്ടും കാണാം. Until then, stay tuned.